നമുക്കൊരു സ്പെഷ്യൽ അച്ചാർ ഇട്ടാലോ? കുഞ്ഞു പിള്ളേർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണിത്. അപ്പോൾ നമുക്ക് അച്ചാറിന് ആവശ്യമായിട്ടുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. ഇതെന്ത് അച്ചാറാണെന്ന് അറിയുന്നവരൊന്ന് പറയണം കേട്ടോ, കമൻറ്റ് ചെയ്തേക്കെ. അപ്പോൾ നമുക്ക് അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉലുവയും കടുകും ആദ്യം നമുക്കൊന്ന് പൊട്ടിക്കാം കേട്ടോ. ആദ്യം നമ്മൾ കടുക് ഇട്ടു, ഇനി അല്പം ഉലുവ ഇടണം. ഉലുവ അല്പം ഇട്ടാൽ മതി, ഒരു മണത്തിനും ചെറിയൊരു ടേസ്റ്റിനും വേണ്ടിയാണ് ഉലുവ ഇടുന്നത്. കൂടുതൽ ഇടണ്ട, കയ്പ്പായിരിക്കും. ഇനി കടുകും ഉലുവയും കൂടെ ഒന്ന് പൊട്ടട്ടെ. ഞാൻ എണ്ണ ചൂടാവുന്നതിന് മുന്നെയാണ് ഉലുവയും കടുകും ഇട്ടത്. എണ്ണ ചൂടായിട്ട് ഇടുമ്പോഴത്തേനും പെട്ടെന്ന് ഇത് പൊട്ടിത്തെറിക്കും, ചിലപ്പോൾ മുഖത്തൊക്കെ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ആദ്യം ചൂടാവുന്നതിന് മുന്നേ തന്നെ കടുകും ഉലുവ ഇട്ടു. അപ്പോഴത്തേനും പൊട്ടുമ്പോഴത്തേനും ഒന്ന് മാറി നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാറി നിൽക്കാനുള്ള സമയം അടുത്ത് വരികയാണ്. ചെറുതായിട്ടൊന്ന് പാൻ ഒന്ന് അനക്കി കൊടുക്കാം, പെട്ടെന്ന് പൊട്ടട്ടെ. അങ്ങനെ ഉലുവയും കടുകൊക്കെ നല്ലപോലെ പൊട്ടുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തി വയ്ക്കുക കേട്ടോ. പുതിയ ഇടുന്ന നല്ല നല്ല വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഉലുവയും കടുകൊക്കെ നല്ലപോലെ പൊട്ടുന്നുണ്ട്. അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് ബ്രൗൺ ആവുന്ന രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഈ അച്ചാർ അച്ചാറെന്ന് പറയുന്നത് നമ്മൾ നല്ലെണ്ണയിൽ ഇടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത് കേട്ടോ. നല്ലൊരു മണമൊക്കെ കിട്ടും നല്ലെണ്ണയിലാകുമ്പോഴത്തേനും. നമ്മൾ വെളിച്ചെണ്ണയിൽ ഇടുന്നേക്കാളും അച്ചാറൊക്കെ നല്ലെണ്ണയിലിടുമ്പോൾ അതൊരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ. അപ്പോൾ എല്ലാവരും നല്ലെണ്ണയിൽ തന്നെ ഇടാനായിട്ട് ശ്രമിക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കേ. നല്ല അച്ചാറാണ്, ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, പിള്ളേർക്ക് വരെ ഇഷ്ടപ്പെടും, അത്ര നല്ല അച്ചാറാണ്. അപ്പോൾ നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. നമ്മൾ ഏത് അച്ചാർ ഇടുമ്പോഴത്തേനും എണ്ണയിൽ കിടന്ന് നല്ലപോലെ തന്നെ അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴും നല്ല ടേസ്റ്റ്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല ഒന്ന് മൂത്ത് ഇതുപോലെ നല്ല ബ്രൗൺ കളറായിട്ട് വരണം. ഇനി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ള പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി, അതുപോലെ തന്നെ കായപ്പൊടി, അച്ചാർ പൊടിയൊക്കെ എല്ലാം കൂടെ ഒന്ന് ഈ എണ്ണയ്ക്കകത്ത് തന്നെ ഇട്ട്, വെളുത്തുള്ളി മാറ്റി വെക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. മുളക് പൊടിയും അച്ചാർ പൊടിയും അതുപോലെ കായപ്പൊടിയും, അച്ചാർ പൊടിക്കകത്ത് കുറച്ച് കായൊക്കെ കാണും, എന്നിരുന്നാലും നമ്മൾ അല്പം കൂടെ കായം കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കൊന്ന് അടുപ്പ് കത്തിച്ചു കൊടുക്കാം. ഞാൻ അടുപ്പ് ഈ പൊടികൾ ഇടാൻ വേണ്ടി ഒന്ന് ഓഫ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് പൊടികളിടുമ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പൊടികൾ ഇടാൻ വേണ്ടി സമയമായപ്പോഴത്തേനും ഞാനത് അടുപ്പ് ഓഫ് ചെയ്ത്. അപ്പോൾ അതൊന്ന് കത്തിച്ചിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് അച്ചാറിന് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കാണണേ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ നല്ലപോലെ ഒന്ന് കറിവേപ്പില ഇട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കതിന് ആവശ്യത്തിനുള്ള വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം ആഡ് ചെയ്താൽ മതി. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മെയിൻ സാധനം ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. എന്നാലും എന്ത് അച്ചാറായിരിക്കും ഇടാൻ പോകുന്നത്? യെസ്, ക്യാരറ്റ് അച്ചാറാണ് കേട്ടോ ഇടാൻ പോകുന്നത്. എന്നിട്ട് ഈ ക്യാരറ്റും നമ്മൾ തയ്യാറാക്കി വെച്ച
ഗ്രേവിയും കൂടെ തമ്മിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ അല്പനേരം ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ അവസ്ഥ ഇതാണ്. ഈ ഒരു പരുവം എത്തിയിട്ടുണ്ട് നമ്മുടെ അച്ചാർ. എങ്ങനെയുണ്ട്? കാണാൻ നല്ല ഭംഗിയില്ലേ? അതുപോലെ തന്നെ നല്ല രുചിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അച്ചാർ. അച്ചാർ ഒരു 15 മിനിറ്റൊക്കെ ഇരുന്ന് വെന്താൽ മതി. ഞാൻ അല്പം നേരത്തെ വേവൊക്കെ ഉള്ളൂ. ചെറിയ പീസാക്കി ഇട്ടേക്കുന്നുണ്ട്. ചെറിയ ചെറിയ മാങ്ങയുടെ പീസൊക്കെയാണ് ആക്കി ഇട്ടേക്കുന്നത്. അതുകൊണ്ട് ചെറിയ വേവേ ഉള്ളൂ. അതും ഭയങ്കരമായിട്ടങ്ങ് വെന്ത് പോവണ്ട. വെന്ത് ഉടഞ്ഞു കഴിഞ്ഞാൽ ഒരിതില്ല. നമുക്ക് മാങ്ങ പോലെ നമുക്ക് കടിക്കാൻ കിട്ടണം വായിൽ. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റോളം അതിനെ വേവിച്ചാൽ മതി. ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ അച്ചാറിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മുടെ ക്യാരറ്റ് അച്ചാറിൻ്റെ ഫൈനൽ ലുക്കാണിത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി എല്ലാവരും ഒന്ന് ബെൽ ബട്ടൺ ഒന്ന് അമർത്തി വെക്കുക. അപ്പോൾ ഫുഡോസ്കി ചാനലിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഗോഡ് ബ്ലെസ് യു.